ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 12-13 വാക്യങ്ങൾ. മത്തായി 9:12-13 വാക്യങ്ങൾ. യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. രോഗികൾക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലെന്ന് യേശു പറയുന്ന മറുപടി. യാഗത്തിലല്ല കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അവർ പഠിക്കണമെന്ന് യേശു കൽപ്പിച്ചു. അതായത് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ് കർത്താവ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. യാഗം കൊണ്ടും ന്യായപ്രമാണ പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും എന്ന് കരുതിയിരുന്ന പരീശ സമൂഹത്തോട് കർത്താവ് പുതിയ നിയമത്തിൻ്റെ കരുണയുടെ പാഠം പഠിപ്പിക്കുന്നു. നിയമങ്ങൾ അനുശാസിക്കുകയും ബാഹ്യമായ ദൈവഭക്തി പ്രകടിപ്പിക്കുകയും തങ്ങളുടെ ആദായത്തിനായി ദൈവത്തെയും ദൈവിക മാർഗങ്ങളെയും വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ നേരെയാണ് ക്രിസ്തുവിലൂടെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തുന്ന കരുണയെക്കുറിച്ച് കർത്താവ് പറയുന്നത്. യാഗകർമ്മങ്ങൾ അത് ദൈവത്തെ പ്രസാദിപ്പിച്ച് തങ്ങൾക്കതിൻ്റെ മറവിൽ എങ്ങനെയും ജീവിക്കാം എന്ന് കരുതിയിരുന്ന സമൂഹം. മാനസാന്തരം, പാപികൾ, നീതിമാന്മാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നു. പാപികളെ തേടി വന്ന ദൈവസ്നേഹം പരീശ ബുദ്ധിക്ക് അത്ര പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. പാപികളെ തള്ളിക്കളയുന്ന ഒരു വല്ലാത്ത മതഭക്തിയും അനുഷ്ഠാനങ്ങളും പാരമ്പര്യമായി പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹം. അതിൻ്റെ മധ്യത്തിലാണ് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നത്. എല്ലാവരും പാപരോഗത്താൽ ബാധിതരാണ്. എന്നാൽ ബഹുഭൂരിപക്ഷവും അവരുടെ രോഗത്തെക്കുറിച്ച് ബോധവാന്മാരല്ല. അവർ നീതിമാന്മാരാണെന്ന് അവർ വിചാരിക്കുന്നു. വളരെ ചുരുക്കം പേർ മാത്രമേ അവരുടെ ആത്മീയ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ. അങ്ങനെയുള്ളവർ മാനസാന്തരപ്പെടുന്നു. അങ്ങനെയുള്ളവരെ വിളിക്കാനാണ് കർത്താവ് വന്നത്. മനുഷ്യരിൽ നിന്നും ആവശ്യപ്പെടുന്ന ന്യായപ്രമാണത്തിന് വിരുദ്ധമായ നിലപാടാണ് യേശു പ്രദാനം ചെയ്യുന്ന കൃപ. ഹോശേയ 6:6 കർത്താവ് ഉദ്ധരിച്ച കുറ്റമില്ലാത്തവരെ വിധിക്കരുതെന്ന് രേഖപ്പെടുത്തിയ ഭാഗം കൂടെയാണ്. നമ്മുടെ യാഗങ്ങളെക്കാൾ ഉപരിയായി നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ദയയും കരുണയും ദൈവം വിലമതിക്കുന്നു. നാം കരുണ പ്രാപിച്ച് ഇരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരോടും കരുണ കാണിപ്പാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ദൈവകൃപ പ്രാപിച്ചവരാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കരുണയിൽ ദൈവം നമ്മെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രക്ഷയും നമ്മുടെ വിടുതലും ദൈവത്തിൻ്റെ കരുണയല്ലാതെ നമ്മുടെ നീതി പ്രവർത്തനങ്ങളുടെ ഫലമല്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ദൈവകൃപയിൽ ആശ്രയിക്കാൻ, ശരണപ്പെടാൻ. കർത്താവേ, ഞാൻ നിൽക്കുന്നത്
നിന്റെ കരുണയാണല്ലോ. ഞാൻ എഴുന്നേൽക്കുന്നത് നിന്റെ കരുണയാണല്ലോ. ഞാൻ കാണുന്നത് നിന്റെ കരുണയാണല്ലോ. നമുക്ക് ആ ഒരു വിനയം ആവശ്യമാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളോട് കരുണ കാണിച്ചതുപോലെ മറ്റുള്ളവരോട് അനുകമ്പയും കരുണയും കാണിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം അനുഗ്രഹകരമായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് പുതിയ പ്രഭാതം ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം. നിദ്രയും വിശ്രമവും നൽകി ഞങ്ങളെ കാത്ത് പ്രഭാതത്തിൽ ഉണരാനുള്ള ബലം നൽകിയല്ലോ. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയിൽ വീണ്ടും ആശ്രയിക്കുന്നു. കൈവിടാതെ കാക്കണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കരുണ നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.